ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഈ രണ്ട് ഫിഗേഴ്സിനെ കുറിച്ച് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അത് നോക്കാം. അപ്പോൾ എസ്റ്ററിൻ്റെ എക്സ്പെരിമെൻ്റ് അനുസരിച്ച് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് അതിന് പുറമേ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഈ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് വിത്ത് എ സ്ട്രെയിറ്റ് കോപ്പർ വയർ ഈസ് പ്ലേസ്ഡ് പാരലൽ ടു ആൻഡ് ഓവർ എ കോമ്പസ് നീഡിൽ. The deflection of the needle becomes opposite when the direction of the current is reversed. അപ്പോൾ ഇവിടെ നിന്നുള്ള മെയിൻ ഐഡിയ എന്ന് പറയുന്നത്, when current flows in a വയർ, ഒരു വയറിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെയുള്ള രണ്ട് കാര്യങ്ങളുടെയും കോമ്പസ് മൂവ് ചെയ്യാനായിട്ട് സഹായിച്ചത്. ഇഫ് യു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്, ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാറ്റിയാൽ എന്ത് സംഭവിക്കുന്നു? കോമ്പസ് നീഡിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കറണ്ട് സിംബലൈസസ്. അപ്പോൾ കറണ്ട് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കറണ്ട് ഇവിടെ നിന്നാണ് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. സോ കറണ്ട് ഫ്ലോസ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കറണ്ടിൻ്റെ ഫ്ലോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ആ കോമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഈ വയർ, ഇതാണ് കോപ്പർ വയർ അല്ലെങ്കിൽ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് വെൻ ദ കറണ്ട് സ്റ്റാർട്ട് ഫ്ലോയിങ്, വെൻ ദ കറണ്ട് ഫ്ലോസ് ഇൻ ദ വയർ, ഇൻ ദ കോപ്പർ വയർ, it makes a magnetic field there, and that helps the compass needle to move towards east. ഇതെങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ടുവേർഡ്സ് ഈസ്റ്റിലോട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ടേക്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ കോമ്പസ് ടുവേർഡ്സ് ഈസ്റ്റ്. ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. പോസിറ്റീവ് ഇവിടെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് മേക്സ് ഇറ്റ് ടു, അത് ഈസ്റ്റ് ആണെങ്കിൽ ഇത് വെസ്റ്റിലോട്ട് ആ കോമ്പസ് നീഡിൽ മാറ്റുന്നു. സോ ഇഫ് യു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്, നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കോമ്പസ് നീഡിൽ മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, സോ അതാണ് ഈ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിക്കൽ കറണ്ട് കാരണം നമുക്ക് രണ്ട് ഐഡിയാസ് ഇവിടെ നിന്ന് കിട്ടി. ഇലക്ട്രിക്കൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ electrical current produces the magnetic field here, and the direction of the magnetic field depends on the അപ്പോൾ magnetic field in the direction of the magnetic field depends upon the direction of the current. ആ magnetic fieldൻ്റെ ഡയറക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക്കൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് വരുന്നു. ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കറണ്ട്, അതുകൂടെ പാസ് ചെയ്യുന്ന കറണ്ട് അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നു. അങ്ങനെയാണ് കോമ്പസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫിഗർ. ഈ ഫിഗറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ.